ഈ ഒരു വിഷയത്തിൽ ലീഗിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? മുൻപൊക്കെ തന്നെ ഇത്തരത്തിലുള്ള തീവ്ര നിലപാടുകാർ ലീഗിനോട് അടുക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ തന്നെ പഴയ ലീഗ് നേതൃത്വം അവരെ അകറ്റി നിർത്തിയിട്ടുണ്ട്. ഒരിക്കലും ലീഗ് ഒരു തീവ്ര നിലപാട് സ്വീകരിച്ചിരുന്നില്ല കേരളത്തിൽ ഇതുവരെ. അപ്പോൾ ഇത്തരത്തിൽ തീവ്ര നിലപാട് സ്വീകരിച്ചിരുന്നവർ ലീഗിലേക്ക് അടുക്കുമ്പോൾ അത് വിശദീകരിക്കുവാൻ പോലും അവർക്ക് പിന്നീട് ബുദ്ധിമുട്ടില്ലേ? അല്ല, ലീഗ് കുറച്ച് കാലം, ഇപ്പോഴല്ലല്ലോ, ലീഗ് കുറച്ച് കാലമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയെ ന്യായീകരിച്ചുകൊണ്ട് ഇരുന്നു. കാരണം ഞങ്ങൾ അവരുമായിട്ട് അവരുടെ വോട്ട് സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന രീതിയിൽ തന്നെ ലീഗിൻ്റെ ആളുകൾ പറഞ്ഞ് അവർ ചർച്ച നടത്തിയിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലീഗിന് അകത്ത് കടുത്ത ലീഗുകാർക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല. അതായത് ലീഗിൽ ഇപ്പോൾ പ്രത്യേകിച്ച് സമസ്ത എതിർക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി പ്രശ്നത്തിലാണ് എതിർക്കുക. സമസ്തയിൽ തന്നെ ലീഗിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ, അവർക്കിടയിലാണ് പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത്. അതായത് ലീഗ് അനുകൂലികളാണ്, പക്ഷേ കടുത്ത സമസ്തവാദികളാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഒരിക്കൽ പോലും ജമാഅത്തെ ഇസ്ലാമി അതിതീവ്ര സംഘടനയാണ്, തീവ്ര വർഗീയ സംഘടനയാണ് എന്ന് സമസ്തയുടെ പരമോന്നത സഭയായിട്ടുള്ള മുഷാവറ പ്രഖ്യാപിച്ചിരിക്കെ അതിന് വിരുദ്ധമായ നിലപാടെടുക്കുന്ന ലീഗ് പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥിയെ അവരനുകൂലിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഒരു സംശയത്തുള്ളൂ. കാരണം അതാണ് ഞാൻ പറയും, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഇപ്പുറത്തേക്ക് വരുമ്പോൾ കുറേ വോട്ടുകൾ കുറച്ചല്ല, അത് പലപ്പോഴും ചിലപ്പോൾ വളരെ കൂടുതലായേക്കാം, കുറവായിരിക്കും, കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ആ വോട്ടുകൾ അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ അത് അൻവറിലേക്ക്, അതല്ലെങ്കിൽ LDFിലേക്ക്. എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് അത് LDFിന് അനുകൂലമായിട്ട് പോകാൻ വളരെ കൂടുതൽ സാധ്യതയുണ്ട്.